ഇന്ന് നമ്മൾ മാക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞത്. അപ്പോൾ ഇന്ന് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മാക്രോ എന്ന് പറയുന്ന പദം എന്താണെന്ന് അറിയാമോ? മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയെ ആധികാരികമായ രീതിയിൽ പഠിക്കുന്നതിനെ പറയുന്ന പേരാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയെ ആധികാരികമായ രീതിയിൽ പഠിക്കുക. ആധികാരികമായ രീതിയിൽ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ വിഭാഗങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനെ പറയുന്ന പേരാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതിനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, അതായത് മാക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ആഗ്രിഗേറ്റ് യൂണിറ്റ്സ് ഇൻ ദ എക്കോണമി. ഒരു എക്കോണമിയിലെ ആഗ്രിഗേറ്റ് യൂണിറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള പഠനത്തെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ആഗ്രിഗേറ്റ് യൂണിറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന്റെ GDP കുറിച്ചോ, GDP എന്തിനാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ എംപ്ലോയ്മെന്റിനെ കുറിച്ചോ, എംപ്ലോയ്മെന്റ് എന്തിനാണ്? തൊഴിൽ. ദെൻ ഒരു രാജ്യത്തിന്റെ ഇൻഫ്ലേഷനെ കുറിച്ചോ, ഇൻഫ്ലേഷൻ എന്തിനാണ്? നാണയപ്പെരുപ്പം. നാണയപ്പെരുപ്പം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാവുന്നതാണ്, ഇപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ സാധനങ്ങളിലേക്ക് വില അമിതമായിട്ട് ഉയരുകയും അതിന്റെ മൂല്യം കുറയുകയും പൈസയുടെ മൂല്യം കുറയുകയും ചെയ്യുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഏതിനകത്ത് വരുന്നത്? മാക്രോ എക്കണോമിക്സിനകത്ത് വരുന്നത്. അപ്പൊ എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ അതിനൊരു നിർവചനം ഇങ്ങനെ പറയുക: മാക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ആഗ്രിഗേറ്റ്സ് യൂണിറ്റ്സ് ഇൻ ദ എക്കോണമി. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ യൂണിറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് ഏതിനകത്ത് വരുന്നത്? മാക്രോ എക്കണോമിക്സിനകത്ത് വരുന്നത്. കിട്ടിയല്ലോ? ഓക്കെ. അപ്പൊ ഇനി ഈ മാക്രോ എക്കണോമിക്സ് എന്നാണ് രൂപപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് 1930-കളിൽ ഉണ്ടായ വേൾഡ് ഡിപ്രഷന്റെ ഭാഗമായിട്ടാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര വിഭാഗം രൂപപ്പെട്ടത്. അപ്പൊ 1930-കളിൽ ഉണ്ടായ വേൾഡ് ഡിപ്രഷൻ, ഇത് നമ്മൾ ലോക സാമ്പത്തിക മാന്ദ്യം എന്നാണ് പറയുന്നത്. ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷം എന്ന് പറയുന്നത് 1930. ഓക്കെ. അപ്പൊ ഈ എക്കോണമിയിൽ ഇതിന്റെ യഥാർത്ഥ പീരീഡ് എന്ന് പറയുന്നത് 1929 മുതൽ 33 വരെയുള്ള കാലഘട്ടമാണ് ഇതിന്റെ യഥാർത്ഥ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ചിലപ്പോൾ കൂടുതലും ഈ വർഷമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷം. അപ്പൊ 1930-കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ അതിന്റെ തീവ്രത സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ചെയ്തത്? ആകമാനം അനുഭവപ്പെട്ടത്. അപ്പോൾ യഥാർത്ഥ പീരീഡ് എന്ന് പറയുന്നത് 1929 മുതൽ 33 വരെയുള്ള കാലഘട്ടമാണ് സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ സാമ്പത്തിക മാന്ദ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് യൂറോപ്യൻ കൺട്രീസിലാണ്, പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്: ഒന്ന്, ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി എന്നാണ്. അതായത് ഒരാൾ ഒരു സാധനം വാങ്ങുന്നതിന് 3 കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന്, ഡിസയർ, എബിലിറ്റി, വില്ലിംഗ്നെസ്. ആഗ്രഹം, പൈസ കൊടുക്കാനുള്ള കഴിവ്, പൈസ കൊടുക്കാനുള്ള മനസ്സ്. ആ കോൺസെപ്റ്റിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡിമാൻഡ് കുറഞ്ഞു, അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തു. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? തൊഴിലില്ലായ്മ. അപ്പൊ ഡിമാൻഡ് കുറഞ്ഞു, തൊഴിലില്ലായ്മ കൂടി. പിന്നെ USA എന്ന് പറയുന്ന രാജ്യത്ത്, USA കേട്ടിട്ടുണ്ടോ? USA എന്ന് പറയുന്ന ഏത് രാജ്യമാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പൊ ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസസ് ഫ്രം, തൊഴിലില്ലായ്മ വർദ്ധിച്ചു. എത്രയിൽ നിന്ന് എത്രയിലേക്കാണ് വർദ്ധിച്ച്? 3% നിന്നും 33% തൊഴിലില്ലായ്മ വർദ്ധിച്ചു. എന്തുണ്ടായപ്പോ? ഈ വേൾഡ് ഡിപ്രഷൻ ഉണ്ടായപ്പോഴേ. അപ്പൊ ജനങ്ങൾക്കൊന്നും തൊഴിലില്ലാത്ത ഒരു അവസ്ഥ രൂപപ്പെട്ടു. തൊഴിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? വരുമാനം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ജീവിത നിലവാരങ്ങളൊക്കെ എന്ത് ചെയ്യും?
മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോഴത്തെ കൊറോണ വന്നപ്പോഴത്തേക്ക് നമ്മളെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ വരുമാനങ്ങളില്ലാതെ ഒരുപാട് ആൾക്കാർ വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതേപോലെ ഒരു സാഹചര്യം 1930-കളിൽ ഉണ്ടായി. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് 3% നിന്നും 33% എന്ത് ചെയ്തു? വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെ വർദ്ധിച്ചതാണ് ഈ വേൾഡ് ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട അനന്തര ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. 1930-കളിൽ വേൾഡ് ഡിപ്രഷൻ അഥവാ ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. എക്കണോമിക്സിൽ ഇതിന്റെ യഥാർത്ഥ പീരീഡ് എന്ന് പറയുന്നത് 1929 മുതൽ 33 വരെയുള്ള കാലയളവാണ്. ഇനി ഈ സാമ്പത്തിക മാന്ദ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് യൂറോപ്യൻ കൺട്രീസിലാണ്. യൂറോപ്യൻ കൺട്രീസിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ കൺട്രീസിൽ അമേരിക്കയിലാണ് ഇത് ഏറ്റവും കൂടുതൽ രൂക്ഷമാകാൻ തുടങ്ങിയത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ആവശ്യങ്ങൾ, അല്ലെ? ഓരോ സാധനങ്ങളുടെ ആവശ്യങ്ങൾ കുറഞ്ഞു. ആവശ്യങ്ങൾ കുറയുമ്പോഴത്തേക്ക് ജനങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ആവശ്യങ്ങളാണ് കുറഞ്ഞത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഇന്ന് സാധനങ്ങൾ വേണ്ടാത്തൊരവസ്ഥ വരും. അതിനെ തുടർന്ന് എന്ത് ചെയ്യും? ഉൽപാദനം കുറയും. ഉൽപാദനം കുറയുമ്പോൾ എംപ്ലോയ്മെന്റ് കുറയും. എംപ്ലോയ്മെന്റ് കുറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇൻകം കുറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ തുടർന്നുണ്ടായി. അപ്പൊ ഡിമാൻഡ് കുറഞ്ഞു. പിന്നെ അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തു. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ, അതുപോലുള്ള കാര്യങ്ങൾ കൂടി. പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് തൊഴിലില്ലായ്മ 3% നിന്നും 33% ഉയർന്നു. പിന്നെ ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് മറ്റു കുറെ കാര്യങ്ങൾ കൂടിയൊക്കെ എഴുതാം. എന്തിനാണ്? ഉൽപാദനം നിന്നു, ഫാക്ടറികൾ അടച്ചിട്ടു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെ തുടർന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടത്. ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട എഫക്റ്റുകൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ പറയുക. ഓക്കെ. അപ്പൊ ഈ ഡിപ്രഷനെ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? സൃഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? പരിഹരിക്കണം. മനസ്സിലായില്ലേ? നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എന്ത് ചെയ്യും? മരുന്ന് ഗുളികയൊക്കെ മേടിച്ച് കഴിച്ച് അതിനെ നമ്മൾ കുറയ്ക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ ഒരു ഇൽനെസ് ആണ്, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിച്ച ഒരു കേസാണ് എന്ന് പറയുന്നത് വേൾഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രഷനെ പ്രധാനമായിട്ടും ഉണ്ടാകാൻ കാരണമായത് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രകാരനായ JB സേ എന്ന് പറയുന്ന ഒരാളിന്റെ മാർക്കറ്റ് തിയറിയുടെ ഭാഗമായിട്ടാണ്. എങ്ങനെയാണ്? അതായത് വേൾഡ് ഡിപ്രഷൻ പ്രധാനമായിട്ടും ഉണ്ടായത് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ JB സേ എന്ന് പറയുന്ന ഒരു എക്കോണമിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രകാരന്റെ മാർക്കറ്റ് തിയറി അഥവാ കമ്പോള സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എന്ത് ചെയ്തത്? വേൾഡ് ഡിപ്രഷൻ ഉണ്ടായത്. ഇനി എന്താണ് ആ കമ്പോള സിദ്ധാന്തം? ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ആ കമ്പോള സിദ്ധാന്തം ഇതാണ്: സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം നമ്മൾ പറയുന്നത് പ്രധാനം എന്നാണ്. പ്രധാനം, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചോദനം എന്ന് പറയും. അപ്പൊ ചോദനം, അതായത് പ്രധാനം എന്തിനെ സൃഷ്ടിക്കുന്നു? ചോദനത്തെ സൃഷ്ടിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദനമാണ് ജനങ്ങൾ വാങ്ങാനായി പ്രേരിപ്പിക്കപ്പെടുന്നത്. അവരുടെ ഉൽപാദനമാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ മേടിക്കണമെന്ന് അവരെ പ്രേരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സപ്ലൈ ആണ്, പ്രൊഡക്ഷൻ ആണ് ഒരു എക്കോണമിയിൽ ആധികാരികമായ രീതിയിൽ നടക്കേണ്ടത് എന്നാണ് ആര് പറഞ്ഞു വെച്ചത്? JB സേ പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ സപ്ലൈ അല്ല നടക്കേണ്ടത്, പകരം എന്താണ്? ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ആണ്, സപ്ലൈ ആണ് എന്ത് ചെയ്യേണ്ടത്? ഒരു എക്കോണമിയിൽ നടക്കേണ്ടത്. അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ഡിപ്രഷൻ ഉണ്ടായത്. അപ്പൊ ജനങ്ങളുടെ ഡിമാൻഡ് മനസ്സിലാക്കിയില്ല. ജനങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെന്നുള്ളതിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കാതെ ഉൽപാദനം നടത്തിക്കൊണ്ടിരുന്നു. മനസ്സിലായോ? അപ്പൊ ഉൽപാദനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എക്കോണമിയിൽ എന്ത് ചെയ്തു? ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടായി. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജോലി ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ ഉൽപാദനം നല്ല രീതിയിൽ നടക്കില്ലേ? പക്ഷെ ഇതിനനുസരിച്ച് സാധനങ്ങൾ എന്ത് ചെയ്തില്ല? ജനങ്ങൾ വാങ്ങിയില്ല, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തില്ല. അപ്പൊ ഡിമാൻഡ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് എക്കോണമിയിൽ എന്തുണ്ടായത്? വേൾഡ് ഡിപ്രഷൻ ഉണ്ടായത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗം ഇതാണ്. വേൾഡ് ഡിപ്രഷൻ ഉണ്ടാകുന്നതിന്റെ
ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രകാരന്റെ പേര് എന്ത്? JBC എന്നാണ്. അദ്ദേഹം ഏത് ശാസ്ത്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് ആണെന്ന് പറയുന്നു. അദ്ദേഹം കൊണ്ടുവന്ന സിദ്ധാന്തത്തിന്റെ പേര് അത് മാർക്കറ്റ് തിയറിയാണ്. ആ മാർക്കറ്റ് തിയറി പറയുന്നത് എന്താണ്? അത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണ് ആ മാർക്കറ്റ് സിദ്ധാന്തം പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രധാനമാണ് എന്തിനെ സൃഷ്ടിക്കുന്നത്? ചോദനത്തെ സൃഷ്ടിക്കുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ എക്കണോമിക്സില് മൈക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ യൂണിറ്റിൽ ഡിമാൻഡിനെ കുറിച്ചും സപ്ലൈയെ കുറിച്ചും ഒക്കെ വളരെ ആധുനികമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സാധനങ്ങൾ ആവശ്യപ്പെടുന്നതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമർ സാധനങ്ങൾ ആവശ്യപ്പെടുന്നതിന് പറയുന്ന പേരാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഡിമാൻഡിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അവിടെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറയും. അപ്പൊ സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന മാർക്കറ്റ് തിയറിയാണ് JBC പറഞ്ഞത്. അദ്ദേഹം ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രകാരനാണ്. പിന്നെ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ജോലിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എക്കോണമിയിൽ നല്ല സപ്ലൈ നടക്കുകയല്ലേ, അപ്പൊ എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഉണ്ട്. ഈ ഒരു ആശയമാണ് ആര് മുന്നോട്ട് വെച്ചത്? ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രകാരനായ JBC മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇതിനെ തുടർന്നാണ് എക്കോണമിയിൽ എന്ത് രൂപപ്പെട്ടത്? വേൾഡ് ഡിപ്രഷൻ എന്ത് ചെയ്തത്? രൂപപ്പെട്ടത്. അപ്പൊ വേൾഡ് ഡിപ്രഷൻ രൂപപ്പെട്ടപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ഈ പറയുന്ന അനന്തരഫലങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടായി. ഓക്കെ, അപ്പൊ അങ്ങനെ അനന്തരഫലങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അതിനെ പ്രശ്നം പരിഹരിക്കണ്ടേ? പ്രശ്നം പരിഹരിക്കണം. ആ പരിഹരിച്ചത് എന്നാണെന്ന് അറിയാമോ? 1936 JM കെയ്ൻസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ. ആരാണ്? JM കെയ്ൻസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അപ്പൊ ഈ വർഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 1936 എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഈ വർഷം ഒരു കാരണവശാലും മറന്നു പോകരുത്. 1936 JM കെയ്ൻസ്, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത് ജോൺ മിനാർഡ് കെയ്ൻസ് എന്നാണ്. ജോൺ മിനാർഡ് കെയ്ൻസ്, നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് JM കെയ്ൻസ് എന്ന് പറയും, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ JM കെയ്ൻസ് ഒരു പ്രശസ്തമായ ഗ്രന്ഥം പുറത്തിറക്കി, ഒരു പുസ്തകം പുറത്തിറക്കി. ആ പുസ്തകത്തിലാണ് ഈ വേൾഡ് ഡിപ്രഷനെ എങ്ങനെ മറികടക്കണമെന്ന് ആര് സിദ്ധാന്തം കൊണ്ടുവന്നത്? JM കെയ്ൻസ് കൊണ്ടുവന്നത്. അപ്പൊ ആ പുസ്തകത്തിന്റെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പുസ്തകത്തിന്റെ പേര് ഇതാണ്: ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. പുസ്തകത്തിന്റെ പേര് നല്ലപോലെ ശ്രദ്ധിക്കുക. ഇതിനാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴില്, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ, ആൻഡ് മണി, മണി എന്ന് പറയുന്നത് പൈസ. അപ്പൊ പലിശ അല്ലെങ്കിൽ തൊഴില്, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു പുസ്തകം 1936 ആര് പ്രസിദ്ധീകരിച്ചു? കെയ്ൻസ് പ്രസിദ്ധീകരിച്ചു. അപ്പൊ ആ പ്രസിദ്ധീകരണത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? എക്കണോമിക്സിന് ഒരു പ്രത്യേക ഒരു ശാസ്ത്ര വിഭാഗം രൂപപ്പെട്ടത്. അങ്ങനെ രൂപപ്പെട്ട ശാസ്ത്ര വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ 1936 ജോൺ മിനാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തതോട് കൂടിയിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര വിഭാഗം എന്ത് ചെയ്തത്? രൂപപ്പെട്ടത്. മനസ്സിലായല്ലോ? അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. എമർജൻസ് എന്ന് പറഞ്ഞാൽ മാക്രോ എക്കണോമിക്സ്, എമർജൻസ് എന്ന് പറഞ്ഞാൽ ഉദയം, മാക്രോ എക്കണോമിക്സിന്റെ ഉദയവുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പല പരീക്ഷകൾക്കും ഏറ്റവും പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ മാക്രോ എക്കണോമിക്സിന്റെ എമർജൻസ് എന്താണ്? ഓക്കെ, അപ്പൊ ആ പുസ്തകത്തിനകത്താണ് എന്ത് ചെയ്തത്? എങ്ങനെയാണ് ഈ വേൾഡ് ഡിപ്രഷൻ മറികടക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ആര് മുന്നോട്ട് വെച്ചത്? JM കെയ്ൻസ് മുന്നോട്ട് വെച്ചു.
ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? എന്താണ് പറഞ്ഞത്? വേൾഡ് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള, ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആശയം ആരുടേതായിരുന്നു? JB എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരന്റേതായിരുന്നു. അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രകാരനാണ്? ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രകാരനാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ വേൾഡ് ഡിപ്രഷനിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്താണ്? മാർക്കറ്റ് തിയറിയാണ്, അല്ലെങ്കിൽ വിപണന സിദ്ധാന്തം എന്ന് നമ്മൾ പറയും. ആ മാർക്കറ്റ് തിയറി എന്തിനാണ്? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. പ്രൊഡക്ഷനുകളാണ് അല്ലെങ്കിൽ സപ്ലൈ ആണ് ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നത്? നിശ്ചയിക്കുന്നത്. അപ്പോ സപ്ലൈ ഡിമാൻഡിനെ നിശ്ചയിച്ചപ്പോ എക്കോണമിയിൽ എന്തുണ്ടായി? ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടായി. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എല്ലാവർക്കും എന്തുണ്ടായി? ജോലി ഉണ്ടായി. കാര്യം പ്രൊഡക്ഷൻ കൂടുകയല്ലേ ചെയ്യുന്ന. പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഉൽപ്പന്നങ്ങൾ കൂടുമ്പോൾ ഒരുപാട് ലേബറേഴ്സിനെ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ കൂടും. അപ്പൊ ലേബറേഴ്സിന് എല്ലാത്തിനും എന്തുണ്ടാവും? എംപ്ലോയ്മെന്റ് ഉണ്ടാവും. അപ്പൊ എംപ്ലോയ്മെന്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവർക്ക് നല്ല ഇൻകം ഉണ്ടാവും, അവർക്ക് നല്ല വരുമാനം ഉണ്ടാവും. ആ വരുമാനം ഉപയോഗിച്ച് അവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടുത്തും. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെ. എന്നാൽ അതിനനുസരിച്ച് സാധനങ്ങൾ എന്ത് ചെയ്തില്ല? ഇവരുദ്ദേശിച്ചതുപോലെ പ്രൊഡക്ഷൻ നടന്നതുപോലെ എന്ത് ചെയ്തില്ല? ഡിമാൻഡ് നടന്നില്ല. അപ്പൊ അങ്ങനെ ഡിമാൻഡ് നടക്കാത്തത് കൊണ്ടാണ് എക്കോണമിയിൽ എന്തുണ്ടായത്? വേൾഡ് ഡിപ്രഷൻ ഉണ്ടായത്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ആ വേൾഡ് ഡിപ്രഷൻ ഉണ്ടായപ്പോഴത്തേക്ക് അതൊരു പ്രശ്നമാണ്, ഒരു ഇൽനെസ് ആണ്, എക്കോണമിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? പരിഹരിക്കണം. അപ്പൊ ആ പരിഹാര മാർഗവുമായി മുന്നോട്ട് വന്ന ആളാണ് ആരെന്ന് പറയുന്നത്? JM കെയ്ൻസ് എന്ന് പറയുന്നത്. പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുസ്തകം അദ്ദേഹം പുറത്തിറക്കി. ആ പുസ്തകത്തിന്റെ പേരെന്തിനാണ്? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ എന്തിനാണ്? തൊഴില്, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം. ഇനി ഇത് ഈ പുസ്തകത്തിന്റെ പേര് മൊത്തം ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ ജനറൽ തിയറി എന്ന് പറഞ്ഞാലും മതി. ജനറൽ തിയറി, പൊതു സിദ്ധാന്തം എന്ന് പറഞ്ഞാലും മതി. ബാക്കി ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പറ്റുമെന്നുള്ളവരെ മൊത്തം പഠിക്കുക. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് മൊത്തം പഠിക്കുക. ഇല്ലാത്തവര് പൊതു സിദ്ധാന്തം എന്ന പേരിൽ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ജനറൽ തിയറി എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ഈ പുസ്തകം എന്നാ പബ്ലിഷ് ചെയ്ത്? 1936 പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? വേൾഡ് ഡിപ്രഷൻ ഒരു പരിഹാര മാർഗം ഉണ്ടായി. അപ്പൊ അതിനുശേഷമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ലോകത്ത് വളരെയേറെ പ്രചാരം നേടിയ ഒരു സമയം എന്ന് പറയുന്നത് ഏതാണ്? ഈ 1936 ഈ ഇൻസിഡന്റ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മാക്രോ എക്കണോമിക്സിന്റെ എമർജൻസിന് കാരണമായ സംഭവം എന്താണ്, അല്ലെങ്കിൽ എമർജൻസിന് കാരണമായ വർഷം ഏതാണ്? അപ്പൊ നമ്മൾ ഏതെഴുതും? 1936. അത് കാരണമായി തീരുന്ന, അല്ലെങ്കിൽ അതിന് കാരണമായ സാമ്പത്തിക ശാസ്ത്രകാരൻ, അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയും? JM കെയ്ൻസ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് പറയും? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. മൊത്തം പറയാൻ പറ്റാത്തവര് ജനറൽ തിയറി എന്ന് മാത്രം പറയുക. ഓക്കെ, അതിനുശേഷം സമ്പദ് വ്യവസ്ഥയിൽ രൂപപ്പെട്ട ശാസ്ത്ര വിഭാഗത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് പറയണം? മാക്രോ എക്കണോമിക്സ് എന്ന് പറയാം. ഇത്തരം കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. മാക്രോ എക്കണോമിക്സ് എന്ന് പറയണം. അപ്പൊ ഇതില് ഈ JM കെയ്ൻസിനെ നമ്മള് ഇത്രയും സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടും വേൾഡ് ഡിപ്രഷനെ പരിഹരിച്ചത് കൊണ്ടും ഇദ്ദേഹത്തെ നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആരെയാണ്? JM കെയ്ൻസിനെ. അപ്പൊ JM കെയ്ൻസ് ഈസ് ദ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ഈസ് ദ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അപ്പൊ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്ന് നമ്മൾ ആരെ വിശേഷിപ്പിക്കപ്പെടുന്നു? JM കെയ്ൻസിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഹു ഈസ് ദ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? JM കെയ്ൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ എമർജൻസി ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ,
ഒരു തവണ കൂടെ അതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് പരീക്ഷയ്ക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എമർജൻസി ഓഫ് മാക്രോ എക്കണോമിക്സ് അതിന് നിദാനമായിട്ടുള്ള അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിന് നിദാനമായ ഒരു സംഭവം നടന്നത് 1930-ലാണ്. ആ ഉണ്ടായ സംഭവത്തിന്റെ പേരെന്തിനാണ്? വേൾഡ് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം, ലോക സാമ്പത്തിക മാന്ദ്യം. അത് ബാധിച്ചിരുന്ന പീരീഡ് ഏത് മുതൽ ഏതുവരെയാണ്? 1929 മുതൽ 33 വരെ. ഓക്കെ, യെസ്. ഇനി അത് പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ ബാധിച്ചിരുന്നത് എവിടെയാണ്? യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. പ്രത്യേകിച്ചും അതിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് എവിടെയാണ്? അമേരിക്ക എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അവിടെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതലായിട്ട് അതിന്റെ തീവ്രത എന്ത് ചെയ്തത്? അനുഭവപ്പെട്ടത്. ഇനി അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഡിമാൻഡ് കുറഞ്ഞു. ഓക്കെ, ഡിമാൻഡ് കുറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? അൺഎംപ്ലോയ്മെന്റ് കൂടി, തൊഴിലില്ലായ്മ വർദ്ധിച്ചു. അപ്പോൾ അമേരിക്കയിൽ തൊഴിലില്ലായ്മ എത്ര ശതമാനത്തിൽ നിന്നും 3% നിന്നും 33% തൊഴിലില്ലായ്മ എന്ത് ചെയ്തു? കൂടി. ഓക്കെ, അപ്പൊ ഇതിന് കാരണമായ സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ആരാണ്? JB സേയുടെ വാക്കുകളാണ് എന്തിലേക്ക് വഴിതിരിക്കപ്പെടുന്നത്? വേൾഡ് ഡിപ്രഷനിലേക്ക് വഴിതിരിക്കപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ സിദ്ധാന്തത്തിന്റെ വിളിച്ച പേരെന്തിനാണ്? മാർക്കറ്റ് തിയറി അഥവാ വിപണന സിദ്ധാന്തം എന്ന് പറഞ്ഞു. ഇനി ആ മാർക്കറ്റ് തിയറി പറയുന്നത് എന്തിനാണ്? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. പ്രധാനമാണ് ചോദനത്തെ നിർണ്ണയിക്കപ്പെടുന്നത്. നന്നായിട്ട് പഠിച്ചു വെച്ചോണം. ഇതൊരു കൊട്ടേഷനായിട്ട് പഠിച്ചു വെച്ചോളണം. JB സേയുടെ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി അതിനെ തുടർന്ന് എക്കോണമിയിൽ ഉണ്ടായത് എന്തിനാണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജോലി ഉണ്ടായി. കാര്യം പ്രൊഫഷനൊക്കെ ഒരുപാട് വർദ്ധിച്ചു. അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെ പരിഹരിച്ചത് ആരാണ്? ജെയിംസ് കെയ്ൻസ്. പരിഹരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് നമ്മൾ ആരെ അറിയപ്പെടുന്നു? ജെയിംസ് കെയ്ൻസിനെ അറിയപ്പെടുന്നു. അപ്പൊ ആ ജെയിംസ് കെയ്ൻസിന്റെ പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ്? പുറത്തിറങ്ങിയ വർഷം ഏതാണ്? 1936. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 36. ആ 36 പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേരെന്തിനാണ്? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അതായത് തൊഴില്, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്യും. അപ്പൊ അതിനുശേഷം ഡെവലപ്പ് ചെയ്ത ശാസ്ത്ര വിഭാഗത്തിന്റെ പേരെന്തിനാണ്? മാക്രോ എക്കണോമിക്സ് എന്നാണ് അതിനുശേഷം ഡെവലപ്പ് ചെയ്ത ശാസ്ത്ര വിഭാഗത്തിന്റെ പേര്. ഇത്രയും ഒരു ഭാഗം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെച്ചോളണം. പ്രധാനപ്പെട്ട ഏരിയകളാണ് 30, 29, 33. ഇത് ഡിപ്രഷൻ ഉണ്ടായ കാലയളവാണ്. യഥാർത്ഥ കാലയളവ് ഈ കറക്റ്റ് പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ 30കളാണെന്ന് പറയുന്നു. പിന്നെ ഉണ്ടായ കറക്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഏതുവരെ ബാധിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ 29, 33. യൂറോപ്യൻ കൺട്രീസിലാണ് വേൾഡ് ഡിപ്രഷൻ ഉണ്ടായത്. ഡിമാൻഡ് കുറഞ്ഞു, തൊഴിലില്ലായ്മ വർദ്ധിച്ചു. 3% നിന്ന് 33% അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലില്ലായ്മ കുറഞ്ഞു. ഒരുപാട് പേർക്ക് ജോലിയൊന്നും ഇല്ലാത്തൊരവസ്ഥയായി. ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രകാരനായ JB സേയുടെ സിദ്ധാന്തമാണ് ഇതിലേക്ക് വഴിതെളിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് പ്രധാനം ചോദനത്തെ നിർണ്ണയിക്കുന്നു. വേൾഡ് ഡിപ്രഷന് കാരണമായിട്ടുള്ള സിദ്ധാന്തം പറഞ്ഞ ആളാണ് JB സേ. ആ സിദ്ധാന്തത്തെ വിളിച്ച പേര് മാർക്കറ്റ് തിയറി. സപ്ലൈ ക്രിയേറ്റ്സ് ഓഫ് ഡിമാൻഡ്. പ്രധാനം ചോദനത്തെ നിർണ്ണയിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറഞ്ഞത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. The most important speciality of the classical theory is the full employment. അത് കഴിഞ്ഞതിന് ശേഷം ആ ഫുൾ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ആശയങ്ങൾ കൊണ്ടുവന്നത് 1936 കൊണ്ടുവന്ന ആള് ജെയിംസ് കെയ്ൻസ് ആണ്. അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ പേര് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രശ്നമാണ്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. പറയാൻ അറിഞ്ഞൂടാത്തവർ ജനറൽ തിയറി എന്ന് പറഞ്ഞാലും മതി. ജനറൽ തിയറി എന്ന് എഴുതിയാലും മതി. മലയാളത്തിൽ എഴുതിയാലും ജനറൽ തിയറി എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്ന് എഴുതിയാലും മതി. ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് കുറിച്ച് വെച്ചോളൂ.
ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ എമർജൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദയം എങ്ങനെയാണ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉൾപ്പെടും. അടുത്ത ഭാഗം എല്ലാം നോട്ട് ചെയ്തല്ലോ. ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ്. ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട അടുത്ത ടോപ്പിക്കാണ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി എന്ന് പറയും. സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. വിവിധ തരത്തിലുള്ള സെക്ടറുകൾ നമ്മളെ എക്കോണമിയിലുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ട് അതിൽ 2 സെക്ടറുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സെക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. ഇത് 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് 4 സെക്ടറുകളുണ്ട്. 4 സെക്ടറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റി ചോദിച്ചിട്ട് അതിൽ ഓടൗൺ ഔട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ 1ാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് സെക്ടർ. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഗാർഹിക യൂണിറ്റുകൾ എന്ന് നമ്മൾ പറയും. സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ സെക്ടറുകൾ ഏതെല്ലാം, ഇതിൽ 1ാമത്തെ സെക്ടറാണ് ഹൗസ് ഹോൾഡ് സെക്ടർ. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഗാർഹിക യൂണിറ്റുകൾ എന്ന് പറയും. 2ാമത്തത് ഫേം, ഉൽപാദന യൂണിറ്റുകൾ എന്ന് പറയും. 2ാമത്തെ ഫേം മീൻസ് ഉൽപാദന യൂണിറ്റുകൾ. 3ാമത്തത് ഗവൺമെന്റ് സെക്ടർ. 3ാമത്തേതാണ് ഗവൺമെന്റ് സെക്ടർ. 4ാമത്തത് എക്സ്റ്റേണൽ സെക്ടർ. അപ്പൊ ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വരുമാനം ആരുടെ കയ്യിലാണുള്ളത്? ഹൗസ് ഹോൾഡ് സെക്ടറാണ്. ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ കയ്യിലാണ് യഥാർത്ഥത്തിൽ വരുമാനം ഉള്ളത്. അപ്പൊ കൺസംഷനൊക്കെ നടത്തുന്നത് ആരായിരിക്കും? ഹൗസ് ഹോൾഡ് ആയിരിക്കും. സാധനങ്ങൾ സേവനങ്ങളൊക്കെ വാങ്ങുന്നത്. അത് നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ യൂണിറ്റ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഈ സെക്ടേഴ്സുകൾ തമ്മിലുള്ള ഒരു സർക്കുലർ ഫ്ലോറിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഹൗസ് ഹോൾഡും ഫേമും തമ്മിലുള്ള ഒരു സർക്കുലർ ഫ്ലോയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ പറയും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എക്കോണമിയിലുള്ള വിവിധ സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1ാമത്തെ ഹൗസ് ഹോൾഡ് സെക്ടർ. ഇവരാണ് കൺസംഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. ഹൗസ് ഹോൾഡ് സെക്ടറാണ്. വരുമാനമൊക്കെ ആരുടെ കയ്യിലാണുള്ളത്? ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ കയ്യിലാണുള്ളത്. പിന്നെ ഉൽപാദന ഘടകങ്ങളെല്ലാം ആരുടെ കയ്യിലാണുള്ളത്? ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ കയ്യിലാണുള്ളത്. 2ാമത്തത് ഫേം എന്ന് പറഞ്ഞാൽ ഉൽപാദനം മേഖലയാണ് ഫേം എന്ന് പറയുന്നത്. സാധനങ്ങൾ സേവനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഫേമിനുള്ളത്. 3ാമത്തെ എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്ടറാണ്. ഗവൺമെന്റ് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രാജ്യത്തിന്റെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിലും എല്ലാ രാജ്യത്തും ഗവൺമെന്റ് ഉണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് വളരെ നിർണായകമായിട്ടുള്ള
റോളൊക്കെ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് ഒരു ടേമുണ്ട്, ഫിസ്ക്കൽ പോളിസി എന്നൊക്കെ നമ്മൾ പറയും. ഫിസ്ക്കൽ പോളിസി, FISCAL, ഫിസ്ക്കൽ പോളിസി. ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഫിസ്ക്കൽ പോളിസി, ധനനയം എന്നൊക്കെയാണ് നമ്മൾ ഇതിന് പറയുന്നത്. അടുത്ത എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് എക്സ്റ്റേണൽ സെക്ടറിനകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥകൾ നമ്മൾ പറയുന്ന പേര് ഓപ്പൺ എക്കോണമി എന്ന് പറയും. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നോട്ട് ഇറക്കുമതിയോ കയറ്റുമതിയോ ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗാർഹിക യൂണിറ്റുകൾ, പിന്നെ ഉൽപാദന യൂണിറ്റുകൾ, ഗവൺമെൻറ് മേഖല, പിന്നെ എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്നത് ബാഹ്യ മേഖല തുടങ്ങിയ മേഖലകളാണ് നമ്മളെ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി അഥവാ നമ്മുടെ എക്കോണമിയിലെ വിവിധ തരത്തിലുള്ള മേഖലകളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്ന് നോട്ട് ചെയ്ത് വെച്ചുള്ള സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി: ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഗാർഹിക യൂണിറ്റുകൾ, ഫേം ഉൽപാദന യൂണിറ്റുകൾ, ഗവൺമെൻറ് മേഖല, ബാഹ്യ മേഖല. ഓക്കെ, ഓക്കെ. ഇനി കഴിഞ്ഞ മൈക്രോ എക്കണോമിക്സിന്റെ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞല്ലോ, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം രണ്ട് രീതിയിലാണ് നടത്തപ്പെടുന്നത്. ഒന്ന് മാർക്കറ്റ് എക്കോണമിയിലൂടെയും മറ്റൊന്ന് സെൻട്രലി പ്ലാൻഡ് എക്കോണമി. പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ കമ്പോള, ആ വീഡിയോ കണ്ടവർക്കറിയാം, കമ്പോള സമ്പദ് വ്യവസ്ഥയെന്നും കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. അപ്പൊ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസുകളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായി അവര് സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്ന ക്യാപിറ്റലിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്ന മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത്. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും നടത്തുന്നത്. അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ അതിനെ വേറൊരു പേരിൽ പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നാണ്. എന്തിനാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ഉൽപാദന ഉപാധികളുടെ നിയന്ത്രണങ്ങൾ. ഉൽപാദന ഉപാധികൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉൽപാദന ഉപാധികൾ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി, ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സംഘാടനം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഉൽപാദന ഉപാധികൾ. മറന്നു പോകരുത്, ഉൽപാദന ഉപാധികളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഉപാധികൾ. ഈ ഉൽപാദന ഉപാധികളെല്ലാം തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ കേന്ദ്രീകരിക്കുകയും അതുവഴി ഉൽപാദനം നടത്തപ്പെടുകയും ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അങ്ങനെയാണ് പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ്. പ്രൈവറ്റ്
പ്രൈവറ്റ് ഓണർഷിപ്പ്, സ്വകാര്യ ഉടമസ്ഥത. ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്, സ്വകാര്യ ഉടമസ്ഥത. രണ്ട്, ഇവര് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തിനാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയില് ഒരു ലാഭം, ഒരു സംരംഭം ഇടുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തിനാണ്? പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, പ്രോഫിറ്റ് മോട്ടീവ്. ലാഭം, ലാഭേച്ഛ എന്നൊക്കെ നമ്മൾ പറയും, പ്രോഫിറ്റ് മോട്ടീവ്. പിന്നെ നെക്സ്റ്റ്, ലെസ് ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ്. ലെസ് ഇന്റർവെൻഷൻ. അപ്പൊ ലെസ് ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പരിമിതമായിട്ടുള്ള ഇടപെടലുകൾ. അതായത് ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ അതായത് ഇൻഡിവിജ്വൽസിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും അങ്ങനെ എന്ത് ചെയ്യത്തില്ല, ഭയങ്കരമായ രീതിയിലൊന്നും ഇടപെടത്തില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് ഏർപ്പെടുത്തി കൊടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ആരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്? സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഇന്റർവെൻഷനും അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല, ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടാവില്ല. ഈ മൂന്ന് ഫീച്ചേഴ്സ്, ഈ മൂന്ന് പ്രത്യേകതകളെങ്കിലും പഠിച്ചു വെച്ചോളണം. ഒന്നാമത്തെ എന്തിനാണ്? പിന്നെ പ്രൈസ് മെക്കാനിസം, ഇങ്ങനെ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചോളണം. പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ വില സംവിധാനം. വില സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണുള്ളത്. ഒരു സാധനം ഉൽപാദനം പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉൽപാദനം നടന്നു കഴിഞ്ഞാൽ അതിന്റെ വില ഇട്ടുകൊണ്ട് കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാനുള്ള അവകാശമൊക്കെ ആരിൽ നിക്ഷിപ്തമാണ്? ഒരു സ്വകാര്യ ഉടമസ്ഥതയിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഫേമിന് അതിനുള്ള അവകാശമുണ്ട്. അവിടെ വില എന്നും തീരുമാനിക്കാനുള്ള അവകാശം ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റ് ഏജൻസിക്കോ ഒന്നുമല്ല, അത് അവർക്ക് തന്നെയാണ് തീരുമാനിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകതകളായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകതകൾ എന്തെങ്കിലും ചോദിച്ചാൽ, ഒന്ന് പ്രൈവറ്റ് ഓണർഷിപ്പ്, സ്വകാര്യ സ്വത്ത് സമ്പാദനം. രണ്ട്, പ്രോഫിറ്റ് മോട്ടീവ്, ലാഭം പരമാവധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ലാഭം പരമാവധി ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ എന്ത് ചെയ്യും? കൂടുതൽ അല്ലെങ്കിൽ സാധനങ്ങൾക്കൊക്കെ അമിതമായിട്ടുള്ള വില ഈടാക്കുക, കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് മാക്സിമം പൈസ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെയാണ് പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ട് അവർ സ്വീകരിക്കുന്ന നടപടികൾ. അടുത്തെന്തിനാണ്? ലെസ് ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ്. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇടപെടൽ. ഗവൺമെന്റിന്റെ പരിമിതമായിട്ടുള്ള ഇടപെടൽ മാത്രമേ ഇവിടെ ഉള്ളൂ. കാര്യം ഒരുപാട് സ്വകാര്യ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഗവൺമെന്റിന് അമിതമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന രീതിയിലൊക്കെ ആകണം എന്ന് നിർദ്ദേശിക്കാനുള്ള അവകാശമൊന്നും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ആർക്കില്ല? ഗവൺമെന്റിന് ഇല്ല. അതാണ് സ്വകാര്യ സ്വത്ത്. ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അടുത്തത് പ്രൈസ് മെക്കാനിസം, വില സംവിധാനം. വില സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ വില തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? സ്വകാര്യ വ്യക്തികൾക്കാണുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉള്ളത്. ഇത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞത് ഉൽപാദന ഘടകങ്ങൾ, അത് നിങ്ങൾ പഠിച്ചു വെച്ചോണം. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. ലാൻഡിന് കിട്ടുന്ന റെമ്യൂണറേഷന്റെ പേരെന്തിനാണ്? റെന്റ്. ലേബറിന് കിട്ടുന്നത് വേജ്, ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് പ്രോഫിറ്റ്. പഠിച്ചു വെച്ചോളാം. നമ്മുടെ സെൻട്രൽ പ്രോബ്ലം പറഞ്ഞ സ്ഥലത്ത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്ന് പറയുന്ന ചോദ്യം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ വിതരണം ചെയ്യപ്പെടേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇങ്ങനെ തന്നിട്ട് AB ഇങ്ങനെ കോളമായിട്ട് തരും. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ലാൻഡ് റെന്റ്, ലേബർ വേജ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസർ പ്രോഫിറ്റ് എന്നുള്ള കറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ഡിസോർഡർ ആയിട്ട് തന്നിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറയും. ലാൻഡിന് നേരത്തെ ഏത് എഴുതും. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോളാം. ഇത് 2 മാർക്കിനൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉൽപാദന ഘടകങ്ങൾ മൊത്തം ക്യാപിറ്റലിസ്റ്റിന്റെ കയ്യിലാകുന്ന, അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ്
എക്കോണമി എന്ന് പറയുന്ന ആ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകതകളാണ് ഞാൻ ഈ പറഞ്ഞത്. പറഞ്ഞ കൂട്ടത്തിൽ ഇതൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതുകൂടി ഓർത്ത് വെച്ചോളണം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകത: സ്വകാര്യ സ്വത്ത് സമ്പാദനം, ലാഭം പരമാവധി വൽക്കരിക്കുക, ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കുക, പിന്നെ പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ വില സംവിധാനം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, അത് കഴിഞ്ഞിട്ട് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി, അത് കഴിഞ്ഞിട്ട് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ഇത്ര കാര്യങ്ങൾ മാത്രം അതിനകത്ത് നിന്ന് പഠിച്ചാൽ മതി. ചില പുസ്തകത്തിനകത്ത് അതിൻ്റെ മാക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് ഇത്ര കാര്യങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള